ഞാൻ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും. ഉമ്മാക്ക് നല്ലൊരു മര്യാദ തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നുണ്ട് മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം പറയരുന്നു. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ് ഇപ്പം വരട്ടവനെ എല്ലാ സമാധാനം തരട്ടെ. എനിക്ക് ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നത്. പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പം പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് എന്നൊക്കെ പറഞ്ഞത് ഈ കിണാപ്പന്മാരുടെ കേസൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. പക്ഷെ ആ ഉമ്മാൻ്റെ കരച്ചിലും നെഞ്ചുപൊട്ടിയുള്ള പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കാ സഹിക്കാൻ പറ്റുക? അതുകൊണ്ട് ഇതിന് 2 എണ്ണം പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ അതുകൊണ്ടൊക്കെ നടക്കണം? അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നാലുള്ള ഉമ്മാതിരി ഊളകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജാസി, ആഷി ഇവരറിയാത്തവർ കൂടുതൽ ആരും ഉണ്ടാവില്ല. അമ്മാതിരി വേഷം കെട്ടല്ലേ വേഷം കെട്ടി നടക്കണം. നിരന്തരം വേഷം കെട്ടി പല പ്ലാറ്റ്ഫോമുകളിലും വന്നിരുന്നിട്ട് പലതും വിളിച്ചു പറയുന്ന ഒരു പ്രവണതയാണ് ഇവരെ കണ്ടുവരുന്നത്. ഇവരുടെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് കുറേ വർഷങ്ങളായിട്ട് നിസ്കാരപ്പായലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആഷിയുടെ ഉമ്മ. ഇപ്പം മീഡിയക്ക് മുന്നിൽ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്കെൻ്റെ മോനെ തിരിച്ചു വേണമെന്ന്. എന്തായാലും അതിലെ കുറച്ച് ഭാഗം നമുക്ക് കാണാം. മോനായിരുന്നില്ലേ, എന്ത് സന്നുള്ള ഒരു മോനാണ്. ഇങ്ങനെ പോയി പെട്ടില്ലേ, ഇങ്ങനെ ഒരു പെട്ടി, ഒരു പെണ്ണാണെങ്കിൽ വേണ്ടില്ല. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ഞാനൊരു കല്യാണത്തിന് പോകില്ലല്ലോ. ഇപ്പോൾ പാപ്പ മരിച്ചതിന് എവിടെയും പോകണില്ല. അപ്പോൾ ഒഴിയാത്ത കുടുംബങ്ങൾ മാത്രം പോകണുള്ളൂ. എനിക്ക് മടിയാണ്. എന്താ പറയുക, നമ്മളറിയാൻ തുടങ്ങിയില്ല ആഷിക്കിൻ്റെ ഉമ്മ. ആഷിക്കിനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആഷിക്കിൻ്റെ ഉമ്മ പറയുമ്പോൾ നമുക്ക് മടിയാണ്. എന്തങ്ങനെ ആയി, എന്തങ്ങനെ. ചിലപ്പോൾ ചിലവർ ചോദിക്കും ആ ചെറിയ മരുമോളും നിൻ്റെ വീട്ടിലാണോ, എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഒരു കാലത്ത് ഉമ്മ എന്നെ സ്വീകരിച്ചമ്മൻ്റെ അടുക്കളയിൽ ഞാൻ വരുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നുണ്ട് മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം പറയരുന്നു. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് പോലും നോക്കാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത അപ്പം എന്തിനാണ് ഇപ്പം വരട്ടവനെ എല്ലാ സമാധാനം തരട്ടെ. എനിക്ക് ഞാൻ മരിച്ചെൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചാലടക്കം എൻ്റെ മയ്യത്ത് പോലും കാണാൻ വരരുത്. ഇപ്പം ഇല്ലാത്ത ബന്ധപ്പം വേണ്ട. ഞാൻ ഒഴിവാക്കി വരട്ടെ. എല്ലാം ഒഴിവാക്കി വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നും ചോദിക്കൂല. എനിക്ക് എൻ്റെ മോൻ മതി. സ്വത്തോ മുതലോ പണം ഒന്നും വേണ്ട. എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആയുള്ള സമ്പത്തിൻ്റെ 3 മക്കളാണ്. എനിക്കത് ആരിനോടും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അങ്ങനെയാണ് പറയാൻ പറ്റുമോ? എൻ്റെ മരുമക്കളോട് എനിക്ക് പറയാൻ പറ്റുമോ ആഷിക്ക് ഇങ്ങനെയാണ്, ആഷിക്ക് അങ്ങനെയാണ്? എൻ്റെ വേദനയോട് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റിയ കാര്യമാണോ? എടാ ആഷി മരവാഴേ, 10 മാസം തന്നെ ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് ഈ കടന്ന് കരയുന്നത്. എന്നിട്ട് അതും കണ്ടിട്ട് പൊട്ടന്മാരന്മാരി ചിരിച്ചിരിക്കാൻ അന്യം കൊണ്ടേ പറ്റുള്ളൂ. ഇമ്മാനെയും വേദനിപ്പിച്ചിട്ട് ആഷി എന്ന് പറയുന്ന ഈ കിഴങ്ങൻ്റെ ഒപ്പം നടക്കാൻ നാണല്ലേടാ ചങ്ങായി എനിക്ക്. ഈ ആഷി എന്ന് പറയുന്നത് നല്ല 1-ാം തരം ആണാണ്. അല്ലെങ്കിൽ ഈ തടിമുടുക്കും അല്ലാതുള്ള ഈ ചങ്ങായിനെ ഇടിച്ചിട്ടൊക്കെ അവിടെ നിർത്താൻ വയ്ക്കണ്ടേ. ആഷി ഒരു മൊണ്ണയാണ്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ആ ജാസിൻ്റെ ചെപ്പക്കുറ്റി നോക്കിയിട്ട് 2 എണ്ണം കൊടുത്തിട്ട് അവനാൻ്റെ കുടുംബത്തേക്ക് വരാൻ എത്ര സമയം വേണം? എന്നിട്ട് ആ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങടാ, അതാണ് ആണത്തം. അല്ലാതെ ഈ ചങ്ങായിൻ്റെ പിന്നാലെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടി നടക്കലല്ല. എന്നിട്ട് 2 ആളും പാടെ കോൽക്കളിയും കളിച്ച് നടക്കത്രേ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പോലെന്നെ പറഞ്ഞാണ്. ഇതൊന്ന് കണ്ടോക്കി. ഇതാണ് കോൽക്കളി. ഇതുപോലല്ലേ ഞങ്ങൾ കളിക്കുന്നത്. അതാണ് കോൽക്കളി. ഇത് ഈ കിണാപ്പന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പോയിട്ട് ഇമാതിരി ഡബിൾ മീനിങ് തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയാം. എടാ മരമൊണ്ണകളെ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലാന്ന് നമുക്കറിയാം. ഇതൊക്കെ പുറമേ നിന്ന് കാണുന്ന എൻ്റെ ഉമ്മാക്കും പെങ്ങന്മാർക്കും കുടുംബക്കാർക്കും സമൂഹത്തിൽ തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്ന ഇതൊക്കെ കരുതണ്. അന്നൊക്കെ പറ്റിയിട്ട് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ ഇപ്പോഴും നേരങ്ങത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആ ഉമ്മാൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ ഈ കോൽക്കളി. മറ്റവൻ്റെ വിചാരം ഒരു ചുരിദാറും കയറ്റിയിട്ട് കുറച്ച് പുട്ടിയും മുഖത്ത് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആംഗ്യം കാണിച്ചാൽ പെണ്ണാവുന്നതാണ്. എന്നിട്ട് ആഷി എന്ന് പറയുന്ന ചങ്ങാതിൻ്റെ ജീവിതം തന്നെ തകർത്തു. എന്നിട്ട് ഇപ്പോൾ ആ കുടുംബത്തിൽ കയറിയിട്ട് എന്തൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്? മരുമകളാകണമെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയാൻ നിൽക്കുക? ഇതൊന്നും അറിയാലോ. ഞാൻ രണ്ടുപേർക്കും അങ്ങോട്ട് പിരിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മനോട് ക്ഷമിക്കണം. എനിക്ക് ഉമ്മാന്റെ മോനായ ആഷിനെ വിട്ടു പോകാൻ പറ്റൂല. ഉമ്മ അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാലത്ത് ഉമ്മക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നെ ഉമ്മ സ്വീകരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. ഉമ്മക്ക് നല്ലൊരു മരുമോൾ തന്നെ ആയിരിക്കും. എന്നെ ഒന്ന് വിശ്വസിക്കുമ്മ, ഞാൻ ഉമ്മാക്ക് നല്ലൊരു മരുമോളായിരിക്കും. ഉളുപ്പുണ്ടോ ചങ്ങായി എനിക്ക്? ആലാക്കിൻ്റെ ഒരു സാമാനം തൂക്കിയിട്ട് പറയണേ എനിക്ക് ഉമ്മാൻ്റെ മരുമകളാകണമെന്ന്. ഇതിനൊക്കെ വേറെ മരുന്ന് നല്ല കാന്താരി മുളക് കൊണ്ട് എടുക്കുക, എന്നിട്ടുണ്ട് അരച്ചിട്ടേ അവിടെ തേക്കുക. അപ്പോൾ 2 ആൾക്കും ഒരു സുഖം കിട്ടും. എന്നിട്ട് ആ സുഖം കൊണ്ട് നടന്നാൽ മതി. അവനക്ക് മരുമകളാണ് അത്രേ. വിഡ്ഢിവേഷം നിങ്ങൾക്ക് 2 ആൾക്കും കെട്ടിയാൽ പോരെ. എന്തിനാ ഉമ്മാനെ ഇതിക്ക് വലിച്ചെടുക്കണേ? എന്തിനു പറയണു? ഇതൊക്കെ കേട്ടിട്ട് ഒരു മരപ്പൊട്ട ഇരുന്ന് ചിരിച്ചിട്ടുണ്ടില്ലേ, ഓനെ പറഞ്ഞാൽ മതി. എന്തായാലും ഒരു കാര്യം പറയാം, ആ ഉമ്മാൻ്റെ കണ്ണുനീരിന് ഇജ്ജൊക്കെ എണ്ണി കണക്ക് പറയാതെ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല. ഇജ്ജൊക്കെ ആരനെ വേണേലും വെറുപ്പിച്ചോ,
പക്ഷെ സ്വന്തം ഉമ്മാനെ വെറുപ്പിച്ചിട്ട് അതിൻ്റെ കണ്ണുന്നൊരു കണ്ണുനീർത്തുള്ളില്ലേ, അത് ഭൂമിയിൽ വന്ന് വീണ് പതിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇജ്ജ് അനുഭവിക്കും. എന്തായാലും ആ ഉമ്മാക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനുള്ള ധൈര്യവും നീതിയും കിട്ടട്ടെ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.